അപ്പോൾ നമ്മൾ ഇന്നൊരു പോത്തിൻ്റെ ലിവർ കിട്ടിയതാണ്. നമുക്കിന്നിതൊന്ന് ഞുറുക്കി കഴുകി വൃത്തിയാക്കി നമുക്കിന്ന് റോസ്റ്റ് വെച്ചാലോ. അപ്പോൾ ഞാൻ ഈ ലിവറ് മുഴുവൻ ഞുറുക്കി കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ ഞാൻ ലിവർ നല്ലപോലെ കഴുകി അരിഞ്ഞു കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ലപോലെ കഴുകി ഞാൻ എടുത്ത ലിവറാണിത്. ഇനി നമുക്ക് ഈ ലിവർ ഒന്ന് റോസ്റ്റ് ചെയ്യാവേ. അതിന് ഞാൻ നമ്മുടെ സ്റ്റൗ ഞാൻ കത്തിച്ചു. വേണ്ട പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ നമ്മുടെ ലിവർ റോസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു 2 ചെറിയ സബോളയാണ്. കാരണം നമുക്ക് 1/2 കിലോ ലിവറേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ കുടം വെളുത്തുള്ളി, ഒരു ഇഞ്ചി കഷ്ണം, കരിവേപ്പില, പിന്നെ നമുക്ക് അതിനുള്ള മസാലകളെല്ലാം ചേർക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കടുകിട്ട് കൊടുക്കാവേ. അപ്പോൾ കടുകെല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സബോള ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. നല്ലപോലെ ഇളക്കി നമുക്ക് കുറച്ച് ലിവറേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുക്കറിലൊന്നും വെക്കുന്നില്ല. നമ്മുടെ ഈ പാത്രത്തിൽ തന്നെ വെച്ച് നമുക്ക് അതുപോലെ വെന്ത് റോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. നമ്മുടെ സബോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, സബോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 കരിവേപ്പില കൂടെ ഇട്ട് കൊടുത്തേക്കാം. ഇനി നമുക്കിതിന് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മഞ്ഞളെ തുടങ്ങാവേ. നമ്മുടെ 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തു. ഒരു 3/4 സ്പൂണ് മഞ്ഞൾ പൊടി, കാരണം 1/2 കിലോ ലിവറേ ഉള്ളൂ. അതുകൊണ്ട് ഇനി 1 സ്പൂണ് മുളക് പൊടി നമുക്കിട്ട് കൊടുക്കാവേ. ഇതിന് ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കൊണ്ടാണ് 1 സ്പൂണ് മുളക് പൊടിയെ ഞാൻ നിർത്തുന്നത്. ഒരുപാട് എരിവ് വന്നാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഞാനൊരു 1 സ്പൂണ് മീറ്റ് മസാലയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കഴുകി വെച്ച ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലിവർ വേകാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി വെക്കാവേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് കല്ലാണ് ഇട്ടേക്കുന്നത്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കല്ല് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ പറ്റി നമ്മുടെ ഈ ലിവർ ഇതിൽ നല്ലപോലെ വെന്ത് ഇതൊന്ന് പറ്റണം. അപ്പോൾ നമുക്ക് ആ പറ്റുന്ന വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പം നമ്മുടെ ലിവർ റോസ്റ്റ് നന്നായിട്ട് വെന്ത് നല്ല പോലെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഒരല്പം കൂടെ സബോള ചേർത്ത് വഴറ്റിയിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ റോസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കത് ചെയ്യാവേ.
അപ്പോൾ നമ്മൾ വേണ്ട അടുത്ത തവ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. മുമ്പ് നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് അധികം എണ്ണ വേണ്ട. അപ്പോൾ നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണയിലോട്ട് ഞാൻ ഒരു മുഴുത്ത സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഇളക്കി നമുക്കത് ഒരുപാട് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഇട്ട് മൂപ്പിക്കുകയൊന്നും വേണ്ട. കാരണം നമുക്ക് ഈ സവോളയിൽ കിടന്ന് നമ്മുടെ ഈ കരൾ ഒന്ന് റോസ്റ്റായി വരണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് ഷെയറൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ ഒന്ന് അറിയിക്കണം. അപ്പം നമ്മുടെ സബോള ഇത്രയും മൂത്താൽ മതിയേ. നമ്മുടെ അപ്പം വെന്ത ലിവർ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. നല്ലപോലെ തന്നെ ഇളക്കി നമ്മളൊരു ചെറു തീയിലിട്ട് ഇതിന് നമുക്ക് നല്ലപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ആകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ലിവർ റോസ്റ്റ് നല്ലപോലെ റോസ്റ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നല്ല കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുരുമുളക് പൊടി ഏറെ വേണം. അതുകൊണ്ട് ഒരു കുറച്ച് നേരവും കൂടെ കിടന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. ബൈ.